സംസ്ഥാന സ്കൂൾ കായികമേളയുടെ കന്നി സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്വർണ്ണക്കപ്പിന് വലിയ സ്വീകരണമാണ് തിരുവനന്തപുരം ഒരുക്കിയത്. പോയിന്റ് പട്ടികയിൽ മറ്റു ജില്ലകളെ പിന്തള്ളി തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണ്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ പ്രധാനപ്പെട്ട ഒന്ന്, അതായത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് ഇതാ വേദിക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. നാളത്തോടെ ഇത് ആർക്ക് ലഭിക്കും, ഏത് ജില്ലയ്ക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും. എന്തായാലും പ്രധാനമായി പറയുന്നത് ഈ സ്വർണ്ണക്കപ്പിനെ മന്ത്രി ഏറ്റുവാങ്ങുന്നതിന് മുൻപ് വലിയ സ്വീകാര്യതയോടെ അല്ലെങ്കിൽ വലിയ ആഘോഷത്തോടെ തന്നെയാണ് വിദ്യാർത്ഥികൾ ഇവിടേക്ക് സ്വീകരിച്ചത്. നിലവിലെ പോയിന്റ് ക്രമം അനുസരിച്ച് തിരുവനന്തപുരമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ബഹുദൂരം മുന്നിലാണ് മറ്റ് ജില്ലകളെക്കാൾ എന്നുള്ളത് പ്രധാനമായി പറയേണ്ടതാണ്. 1758 പോയിന്റാണ് തിരുവനന്തപുരത്തിനുള്ളത്. തൊട്ടു പിന്നാലെ 852 പോയിന്റുമായി തൃശ്ശൂരുണ്ട്. അതിനും പുറകിൽ 790 പോയിന്റുമായി കണ്ണൂരാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മറ്റിനങ്ങളിൽ അത്ലറ്റിക്സിൽ പ്രധാനമായി മലപ്പുറം പാലക്കാടിനെ മറികടന്നിരിക്കുന്നു എന്നുള്ളതും കൂട്ടിച്ചേർക്കേണ്ടതാണ്. കോഴിക്കോട് മൂന്നാമത് നിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ വാശിയേറിയ പോരാട്ടങ്ങളൊക്കെ തുടരുകയാണ്. നാളെ ഉച്ചവരെ മത്സരങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അവസാനമായ ചടങ്ങുകളിലേക്ക്, സമ്മാനദാനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക. സമാപന സമ്മേളനം നാളെ കൃത്യം 4 മണിക്ക് ആരംഭിക്കും. ബഹുമാനപ്പെട്ട ഗവർണറാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. സമ്മാനദാനവും വിതരണവും അദ്ദേഹം നടത്തും. 45 മിനിറ്റ് നേരം നിൽക്കുന്ന കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. അടുത്ത വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സ് നടത്തും. അന്തിമമായി പോയിന്റ് പട്ടികയിൽ മറ്റു മാറ്റങ്ങളൊക്കെ വരാൻ ചില സാധ്യതകൾ ഉണ്ട് എന്നുള്ളതും പ്രധാനമായി പറയേണ്ടതുണ്ട്. പക്ഷേ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അത് തിരുവനന്തപുരം ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതാണ്. എന്തായാലും തിരുവനന്തപുരം വളരെ ആഘോഷത്തിലേക്ക് കടന്നിരിക്കുന്നു. രാജേഷിനൊപ്പം വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.